ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫൻസ് സെക്ടറിനെ കുറിച്ചാണ്. ഇപ്പോൾ പല ന്യൂസുകളും ഡിഫൻസ് സെക്ടറുമായി റിലേറ്റഡ് ആയി വരുന്നുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് $5 ബില്യൺ എത്തിക്കുമെന്ന്. ഞങ്ങൾ BHELന്റെ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോൾ അത് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. നമുക്കേവർക്കും അറിയാം, ഈ വർഷത്തെ ഡാറ്റ പ്രകാരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വെപ്പൺ ഇമ്പോർട്ടറാണ്. അതുപോലെ വെപ്പൺ എക്സ്പോർട്ടർ ഡാറ്റയും ഇയർ ഓൺ ബേസിൽ വരാറുണ്ട്. ഇത്രയും കാലം ഇന്ത്യ ഈ ലിസ്റ്റിൽ ഒരു പ്ലെയർ ആയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തെ ഡാറ്റ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്കിങ്ങിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ ദൃശ്യമാണ്. 2020 ഡാറ്റ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വെപ്പൺ എക്സ്പോർട്ടർ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 23ആണ്. ഇന്ത്യക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം നേടാൻ സാധിച്ചത് ഇതാദ്യമായാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യയുടെ ടോട്ടൽ വെപ്പൺ എക്സ്പോർട്ടിംഗ് എന്നത് വെറും 2000 കോടി രൂപയുടേതായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതിൽ വലിയൊരു വർധനവുണ്ട്. ഈ വർഷത്തെ ഡാറ്റ പ്രകാരം അത് 18,000 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു വലിയ ഇംപ്രൂവ്മെന്റ് തന്നെയാണ്. ഏകദേശം 9 ഇരട്ടിയുടെ ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടായത്. അതായത് ഗവൺമെന്റ് ഈ സെക്ടറിനെ റിവൈവൽ ചെയ്തെടുക്കുന്നുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഗവൺമെന്റിന്റെ ലക്ഷ്യമായ 5 ബില്യണിലേക്ക് ഈ ഫേസിൽ പോയാൽ എത്താൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ സാഹചര്യങ്ങളിൽ ചില സ്റ്റോക്കുകളിൽ വലിയ മുന്നേറ്റം തന്നെ ദൃശ്യമാവും. അതുപോലെ ഗവൺമെന്റിന്റെ പുതിയ പോളിസിയായ ഡിഫൻസ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസി 2020 ഈ സെക്ടറിലുള്ള പല കമ്പനികൾക്കും ഒരു ഉണർവ് തന്നെ നൽകും. ആ സാഹചര്യങ്ങളിൽ ഈ സെക്ടറിൽ നിന്ന് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ചില കമ്പനികളിലും ഒരു പോസിറ്റീവ് മൊമെന്റ് നൽകിയേക്കാം. അപ്പോൾ അതിൽ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് ഗവൺമെന്റ് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. അത് ഈ വീഡിയോയുടെ സഹായത്തോടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആദ്യമായി നോക്കുന്നത് ഇന്ത്യ എത്ര രാജ്യങ്ങളിലേക്കാണ് വെപ്പൺ എക്സ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. പുതിയ ഡാറ്റ പ്രകാരം 84 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ഗ്ലോബലി ഇപ്പോൾ ഡിഫൻസ് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് ഈ തന്നിരിക്കുന്ന ചാർട്ടിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ആദ്യത്തേത് എക്സ്പോർട്ട് ചെയ്യുന്നത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് ആൻഡ് ഹെൽമെറ്റ്സ് ആണ്. ഏകദേശം 34 കൺട്രികളിലേക്കാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഇത് മെയിനായി നിർമ്മിക്കുന്ന കമ്പനികളുടെ പേര് നമുക്ക് നോക്കാം. MKU പ്രൈവറ്റ് ലിമിറ്റഡ്, SM കാർബൈസ് ആർമർ, അതുപോലെ ഇന്ത്യൻ ആർമർ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് ആൻഡ് ഹെൽമെറ്റ് പ്രധാനമായും നിർമ്മിക്കുന്നത്. അടുത്തതായി ആർമർ ഷീൽഡിംഗ് ആണ്. ഇത് പ്രധാനമായും നിർമ്മിക്കുന്നത് MKU പ്രൈവറ്റ് ലിമിറ്റഡ്, മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റംസ്, അതുപോലെ ഇന്ത്യൻ ആർമർ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് ആർമർ ഷീൽഡ് നിർമ്മിക്കുന്നത്. 4 രാജ്യങ്ങളിലേക്കാണ് ഇത് പ്രധാനമായും കയറ്റി അയക്കുന്നത്. അടുത്തതായി ധ്രുവ് ഹെലികോപ്റ്റേഴ്സ് ആണ്. ഇത് നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. 3 രാജ്യങ്ങളിലേക്കാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് അമ്യൂണേഷൻ ആണ്. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് അഥവാ OFB ആണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അടുത്തത് ഫയർ ആം കോമ്പണൻസ് ആണ്. 23 രാജ്യങ്ങളിലേക്കാണ് ഫയർ ആം കോമ്പണൻസ് കയറ്റി അയക്കുന്നത്. ഇൻഡോ പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ ഇൻമെറ്റ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് ഇത് പ്രധാനമായും നിർമ്മിക്കുന്നത്. അടുത്തത് ഡോണിയർ ഹെലികോപ്റ്റേഴ്സ് ആണ്. 2 രാജ്യങ്ങളിലേക്കാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ആണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. മറ്റൊന്ന് ചേതക് ഹെലികോപ്റ്റേഴ്സ് ആണ്. ഇത് 4 രാജ്യങ്ങളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതും നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തന്നെയാണ്. ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ട്സ് ഇത് പ്രധാനമായും 4 രാജ്യങ്ങളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് നിർമ്മിക്കുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ലാസിൻ ആൻഡ് ടർബോ ലിമിറ്റഡ്, അതുപോലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് ഇത് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി ഡിഫൻസ് ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് നോക്കിയാൽ 5 രാജ്യങ്ങളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് മെയിനായി നിർമ്മിക്കുന്നത് ആൽഫ എൽസെക് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ്, സഫ്രാൻ ഇലക്ട്രിക്കൽ ആൻഡ് പവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഗുഡ്രിച്ച് എയറോസ്പേസ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ റോസൽ ടെക്സീസ് തുടങ്ങിയ കമ്പനികളാണ് ഇത് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. ബാറ്ററീസ് 11 രാജ്യങ്ങളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് പ്രധാനമായും നിർമ്മിക്കുന്നത് HBL പവർ സിസ്റ്റംസ് ലിമിറ്റഡ്, ടൈറ്റൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമേഷൻ ലിമിറ്റഡ്, അതുപോലെ നിയോ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് നിർമ്മിക്കുന്നത്. ഓഫ് ഷോർ പെട്രോൾ വെസൽസിൽ 3 രാജ്യങ്ങളിലേക്കാണ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, അതുപോലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് ഇത് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് നിർമ്മിക്കുന്നത് ഗോവൻ ഷിപ്പ്യാർഡിൽ മാത്രമാണ്. ഒരു രാജ്യത്തേക്കാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്.
കോസ്റ്റൽ സർവൈലൻസ് സിസ്റ്റം 3 രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഇത് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്റർസെപ്റ്റർ ബോട്ടിൽ 1 രാജ്യത്തേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് നിർമ്മിക്കുന്നത് ലാസിൻ ടർബോ ലിമിറ്റഡ് ആണ്. ലൈറ്റ് വെയ്റ്റ് ടോർപെഡോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ്. ഇന്ന് വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന സിമുലേറ്റേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയാണ്. സെൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. സബ് സിസ്റ്റംസ് പ്രോഡക്റ്റ് നോക്കിയാൽ ഏകദേശം 8 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനമായും നിർമ്മിക്കുന്നത് ലാസിൻ ആൻഡ് ടർബോ ലിമിറ്റഡ്, കല്യാണി റാഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്, മൈക്രോൺ ഇൻസ്ട്രുമെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റംസ് ലിമിറ്റഡ്, ഗോദ്രേജ് ആൻഡ് ബയോസി, അതുപോലെ ആൽഫ ഡിസൈൻ തുടങ്ങിയ കമ്പനികളാണ് ഇത് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. എയ്റോ കമ്പണൻസ് നോക്കുമ്പോൾ 5 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മെയിനായി നിർമ്മിക്കുന്ന കമ്പനികൾ ബോയിങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഗുഡ്രിച്ച് എയറോസ്പേസ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഡസാൾട്ട് റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡ്, മഹീന്ദ്ര എയറോസ്പേസ് ലിമിറ്റഡ്, JKN എയറോസ്പേസ് എഞ്ചിനീയറിംഗ് സിസ്റ്റം ഇന്ത്യ, ടാറ്റ ബോയിങ് എയറോസ്പേസ് ലിമിറ്റഡ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ്, അതുപോലെ സഫ്രാൻ ഇലക്ട്രിക്കൽ ആൻഡ് പവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് ഇത് പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി എഞ്ചിനീയറിംഗ് സർവീസ് നോക്കുമ്പോൾ 4 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് മെയിനായി മാനുഫാക്ചർ ചെയ്യുന്നത് അവന്റേൽ ലിമിറ്റഡ്, GE ഇന്ത്യ, ബോയിങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഗുഡ്രിച്ച് എയറോസ്പേസ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, CN ലിമിറ്റഡ്, റോൾസ് റോയ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കമൻസ് ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, മെഴ്സിഡസ് ബെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, JKN എയറോസ്പേസ് എഞ്ചിനീയറിംഗ് സിസ്റ്റം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന 101 ഇമ്പോർട്ടൻറ്റ് വെപ്പണുകൾക്ക് ഒരു ബാൻ നിലവിൽ വന്നിട്ടുണ്ട്. അതും ഈ സെക്ടറിലുള്ള പല കമ്പനികളെയും വളരെ പോസിറ്റീവായി എഫക്റ്റ് ചെയ്യുകയും ഈ കമ്പനികൾക്ക് വളരെ വലിയ ഓപ്പർച്യൂണിറ്റികൾ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ഈ ഒരു ന്യൂസും കൂടി ചേരുമ്പോൾ ഈ സെക്ടറിലുള്ള പല കമ്പനികൾക്കും വലിയ തോതിലുള്ള പൊട്ടൻഷ്യൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സെക്ടറിലുള്ള പല കമ്പനികളും ഒരു മൾട്ടി-എക്സ് റിട്ടേൺ തന്നെ വരുന്ന ദിവസങ്ങളിൽ നൽകിയേക്കാം. അതുകൊണ്ട് തന്നെ ഓരോ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധാപൂർവം ഓരോ കമ്പനികളുടെ ഡീറ്റെയിൽസും പഠിച്ചുകൊണ്ട് ഈ സെക്ടറിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമായ സ്റ്റോക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റ് വഴി അറിയിക്കുക. ഇതുപോലെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.